ഇത് ഇതായി. ആ പണി നിർത്തിയതിന്റെ മെയിൻ റീസൺ വേറൊരു കാര്യമുണ്ട്. അതായത് ഒരു 30,000 രൂപയുടെ സ്റ്റോക്ക് ഞാൻ ഇറക്കിയിരിക്കുക ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന് ഡെലിവറി. അന്ന് ഞാൻ പണിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഷോപ്പിന്റെ അഡ്രസ്സ് ഞങ്ങൾക്ക് അവിടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഷോപ്പിന്റെ അഡ്രസ്സ് കൊടുത്തായിരുന്നത്. അപ്പം മുതലാളി ഞാൻ വിളിച്ച് പറഞ്ഞു സ്റ്റോക്ക് ഞായറാഴ്ച എനിക്ക് പാക്ക് ചെയ്തിട്ട് അയക്കേണ്ടതാണ്, തിങ്കളാഴ്ച അയക്കേണ്ടതാണ്, ഞായറാഴ്ച ഇരുന്ന് പാക്ക് ചെയ്യണം. ഒരു 100-150 ഉണ്ട് സ്റ്റോക്ക് ഒറ്റ ദിവസത്തിൽ അയക്കേണ്ടത്. അപ്പൊ അയക്കേണ്ടതാണ്. അകത്ത് വെച്ച് പൂട്ടണ്ട, ഞായറാഴ്ച ലീവ് ആണല്ലോ, അത് വെച്ച് പൂട്ടണ്ട, പുറത്ത് വെച്ചിട്ട് പോയാൽ മതി പറഞ്ഞു. പുള്ളിക്കാരത് പൂട്ടിയിട്ട് പോയി, വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഞായറാഴ്ച ഞാൻ വന്നിട്ട് വിളിയോട് വിളി, ആരും ഫോൺ എടുക്കുന്നില്ല. എന്നിട്ട് സാധാരണ രാവിലെ പണിക്ക് പോകുമ്പോൾ ഞങ്ങൾ തന്നെ ചാവി തുറന്നിട്ട് ഷോപ്പ് ഓപ്പൺ ആക്കി അവിടെ എല്ലാം സെറ്റ് ചെയ്യല്. അപ്പൊ അതേപോലെ അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ അത്രയും വർഷം വർക്ക് ചെയ്ത സ്റ്റാഫ് ഉള്ളത്, വേറൊരു സ്റ്റാഫ് ഇല്ല. ഏറ്റവും കൂടുതൽ അവിടെ വർക്ക് ചെയ്ത സ്റ്റാഫ് ഞാനാണ്. അപ്പൊ ആ ഒരു ഫ്രീഡത്തില് ഞാൻ തന്നെ ചാവി എടുത്ത് ഞാൻ തന്നെ എന്റെ സ്റ്റോക്ക് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഞാൻ തന്നെ അത് പൂട്ടി. പിന്നെ എനിക്ക് കോള് വരെ നീ ആരോട് ചോദിച്ചിട്ടാ അകത്ത് കയറി ഇതെടുത്ത്. അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ ക്യാമറ എന്ത് തൊലിക്കാൻ വെച്ചിരിക്കാന്ന് ചോദിച്ചു. അന്നത്തോടെ പിന്നെ കോള് കട്ട് ചെയ്തിട്ട് പിന്നെ ഒന്നും സംസാരിക്കാൻ പോയില്ല. പിറ്റേ ദിവസം പുള്ളി വിളിച്ച് സോറി ഒക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പിന്നെ പണിക്ക് പോയില്ല, നിർത്തി. ഈ സ്റ്റോക്ക് മതിയല്ലോ. സ്റ്റോക്ക് അതായത് ഇപ്പോൾ ഈ 750 രൂപ കൂലിപ്പണിക്ക് പോകണോ ഒരു ദിവസം. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ അല്ലല്ലേ അപ്പം പറയണ്ട, ബെറ്റർ അതായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി.